ബേസിക്കലി ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്ന എക്സ്പെക്ടേഷനാണ്. ഫസ്റ്റും സെക്കൻഡും അതുപോലെ എന്താ പറയുക, ഒരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് വന്നതോടുകൂടി 3യുടെ എക്സ്പെക്ടേഷൻ ഈസ് ഹൈ, സ്കൈ ഹൈ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ 3 കുറച്ചുകൂടെ ഇമോഷണലാണ്. ദൃശ്യം 3 1 പോലെയല്ല 2 പോലെയല്ല 3. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഡിയൻസിലേക്ക് എന്താണ് ദൃശ്യം 3 എന്ന്, ഏത് പാറ്റേൺ ആണ് എന്നുള്ളത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുൻകരുതലുകൾ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ അതെ, ദൃശ്യം 2ന്റെ ആദ്യ പകുതിയിൽ സാധാരണ രംഗങ്ങളെ ക്ലൈമാക്സിലേക്ക് കൃത്യമായി ബന്ധിപ്പിച്ച് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ കണക്റ്റായി. ദൃശ്യം 3ലും സമാനമായ തിരക്കഥയോ ശൈലിയോ അതോ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണോ പ്രതീക്ഷിക്കുന്നത്? കാരണം അതാ പറഞ്ഞത്, 1ന്റെ പാറ്റേണിലല്ല ഞങ്ങൾ 2 ചെയ്തത്, 2ന്റെ പാറ്റേണിലല്ല, 1ന്റെയും 2ന്റെയും പാറ്റേണിലല്ല 3 കിടക്കുന്നത്. കാരണം 3യുടെ ഒരു കഥാഗതി, അതിന്റെ വളർച്ചയെ കുറിച്ച് വേറൊരു രീതിയിലാണ്. അത് കുറച്ചുകൂടെ ജോർജ് കുട്ടിയും കുടുംബവും അവരിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസിലാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 2ന്റെ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ഒന്നും അല്ല 3. അപ്പൊ അത് വ്യത്യാസമുണ്ട് ഡെഫിനറ്റ്ലി. ദൃശ്യം 3 എങ്ങനെ വിഷ്വൽ മൂഡ് അല്ലെങ്കിൽ തരത്തിലുള്ള അസറ്റിക് ഡയറക്ഷൻ വേണമെന്ന് പറയാൻ ഛായാഗ്രഹനോട് ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല, ഞങ്ങൾ 1, 2, 3 അല്ല, ഇതൊരു ഫാമിലി ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. അപ്പം അത് പറയേണ്ട രീതിയിൽ ആണ് നമ്മൾ 1ഉം 2ഉം പറഞ്ഞത്. അതെങ്ങനെ ആൾക്കാരിലേക്ക് അവരുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ 1നും 2നും സ്വീകരിച്ച അതേ മാർഗമാണ് മേക്കിങ്ങിൽ നമ്മൾ 3ലും യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റിങ്ങിൽ ഓഫ് കോഴ്സ് വ്യത്യാസമുണ്ട്, പക്ഷെ അതിന്റെ ഒരു മേക്കിങ്ങിൽ നമ്മൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. 1ലേക്കും 3ലേക്കും വരുമ്പോൾ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് അതിന്റെ അഭിനയത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും 13 വർഷത്തെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, പ്രായത്തിൽ ഉള്ള വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രായത്തിൽ വ്യത്യാസം വരുമ്പോൾ ഇപ്പൊ മക്കളാവുമ്പോൾ അവർ വളർന്നു, അവർ കുറച്ചുകൂടെ ഒരു അഡൽട്ടായി, അതിൻ്റെതായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകാം. മുതിർന്ന ജോർജ് കുട്ടിയും അല്ലെങ്കിൽ റാണി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളൊരു മനുഷ്യനുണ്ടാകാവുന്ന കൈൻഡ് ഓഫ് ചേഞ്ചസ് ആ ക്യാരക്ടറിനും ഉണ്ട്. അപ്പൊ ആ ക്യാരക്ടറൈസേഷനിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് കോമൺ ആയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സിനിമ നാളെ കാണുമ്പോൾ ബാക്കി മനസ്സിലാക്കാവുന്നതാണ്. അല്ല, ബേസിക്കലി 3നെ അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളേ ഉള്ളൂ. ധാർമ്മികമായിട്ട് സങ്കീർണതയിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ സ്വന്തം ഭാവനയാണോ അതോ നിങ്ങൾ കണ്ട സിനിമകളും വായിച്ച പുസ്തകങ്ങളും കൂടുതൽ സ്വാധീനിക്കാറ് എങ്ങനെയാണ്? നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു എഴുത്തുകാരനെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു എന്താ പറയാ, ഒരു ട്രിഗറായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എലമെന്റ്, ചിലപ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം. അതിൽ നിന്ന് നമ്മളൊരു കഥ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിന് നമ്മുടേതായ ഒരു കഥാകൃത്തിന്റെ നിറങ്ങളും രൂപങ്ങളും ഭാവങ്ങളും നൽകി നമ്മൾ അതിനെ ഒരു സ്ക്രിപ്റ്റ് ആക്കുന്നു. അപ്പൊ ഇതിനും നമ്മളെ ഒരു സൗഹൃദ വലയത്തിനകത്തുണ്ടായ ഒരു സംഭാഷണത്തിൽ നിന്നുണ്ടായ ഒരു കാര്യത്തിൽ നിന്നാണ് ഇതിന്റെ ഫസ്റ്റ് സ്പാർക്ക് എനിക്ക് കിട്ടുന്നത്. 2 ഫാമിലി തമ്മിലുള്ള പ്രശ്നവും. ഇപ്പൊ ഒരാൾ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ഈ 2 പേരുടെ ഭാഗത്ത് ശരിയുണ്ട് തെറ്റുണ്ട്, ഇതിൽ ആരുടെ കൂടെ നിൽക്കണം എന്ന് എനിക്കുള്ള കൺഫ്യൂഷനിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു സിനിമാ തിയേറ്ററിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പ്രേക്ഷകർ ആരുടെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ കേട്ട സംഭവത്തിനകത്ത് ഇതുപോലൊരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും അത് പോലീസ് കേസായതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ അതേ പ്ലോട്ടിന്റെ തോട്ട് എടുത്തിട്ട് ഞാൻ വേറെ രീതിയിൽ വർക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരു കഥ ഉണ്ടാക്കി. അല്ല, തീർച്ചയായിട്ടും ദൃശ്യം 1ഉം 2ഉം പോലെ ഒരു സിനിമ അല്ല ഇത്. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്ന ഒരു ജോർജ് കുട്ടിയും കുടുംബത്തിന്റെയും പുതിയ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അവരതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് കുറച്ച് ഫസ്റ്റിനകത്ത് സെക്കൻഡിനകത്ത് സർപ്രൈസ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര ട്വിസ്റ്റ് ഉള്ള സിനിമ അങ്ങനെ പ്രതീക്ഷിച്ചു. എന്നിരുന്ന ഇതിനകത്തും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ സർപ്രൈസ് എലമെന്റ്സിന്റെ ആംഗിളുകൾ വ്യത്യാസമുണ്ട്. വേറൊരു ആംഗിളിൽ നിന്നൊക്കെ ഉള്ള ഒരു സർപ്രൈസ് എലമെന്റ്സ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഫാമിലിയിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വരിക, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ.
ഈ കരിയറിലേക്ക് കുറെ കാലങ്ങളായിരുന്നു സാർ. അപ്പൊ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്ത സിനിമകൾക്കാണ് മറ്റുള്ളവയേക്കാൾ കൂടുതൽ മികവുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയുന്നുണ്ട് പലരും. ഞാൻ അങ്ങനെ എഴുതുന്ന ഇതിനകത്ത് കൂടുതൽ സക്സസ് ആകുന്നു എന്ന് പറയുന്നു. എനിക്കല്ല, ഞാൻ ചെയ്യുന്ന ഞാനൊരു സക്സസ് എന്നൊക്കെ വിലയിരുത്തുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ വേണ്ടി അത് ബേസ് ചെയ്ത് മാത്രമല്ല. നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഒപ്പീനിയനിൽ നിന്ന് നമ്മൾ അതിനെ വിലയിരുത്തുന്നുണ്ട്. ഇപ്പൊ ചില സിനിമകൾ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സിനിമ ഇറങ്ങിയ വലതുവശത്തെ കള്ളൻ, ഓഫ് കോഴ്സ് ബോക്സ് ഓഫീസിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് പെർഫോം ചെയ്തില്ലല്ലോ. അത് ഇപ്പോൾ OTT വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് ഭയങ്കരമായിട്ടും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന്റെ പെർഫോമൻസ് സൈഡും അതിന്റെ മേക്കിംഗ് സൈഡും ഒരു വ്യത്യസ്തമായൊരു സിനിമ എന്നുള്ളത്. ആ വ്യത്യസ്തത കൊണ്ടാണ് ഒരുപക്ഷെ ആൾക്കാർക്ക് ചിലപ്പം ദഹിക്കാതെ വന്നത്. ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ദൃശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ്. അന്നത്തെ കാലത്ത് ആ സിനിമയും ബോക്സ് ഓഫീസിൽ അതുപോലെ പെർഫോം ചെയ്തില്ല. പക്ഷെ ഇന്ന് ആൾക്കാർ ഒത്തിരി പേര് ലൈഫ് ഓഫ് ജോസൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാം എന്താ പറയാ, ഭയങ്കരമായിട്ടും തിയേറ്ററുകളിൽ ഓടി ഒത്തിരി ബോക്സ് ഓഫീസ് കളക്ഷൻ ഉള്ള സിനിമകളെല്ലാം നല്ലതും ഓടാത്തതെല്ലാം മോശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യത്യാസം എനിക്കില്ല. അപ്പം ബോക്സ് ഓഫീസ് കളക്ഷനിൽ മാത്രം നോക്കി ഞാനൊരു സിനിമയെ വിലയിരുത്താൻ തയ്യാറില്ല. അപ്പം മറ്റുള്ള സിനിമകളാണേലും ചില സിനിമകൾ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒത്തിരി സിനിമകളുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ, പക്ഷെ ആൾക്കാർ എവിടെയൊക്കെയോ ഇതിന് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റുകൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. ഞാൻ അങ്ങനെയൊന്നും വിലയിരുത്താറില്ല. ജനങ്ങളല്ലേ സാറിന്റെ ഏറ്റവും വലിയൊരു അസറ്റ്. തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെയല്ലേ. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചോളം പ്രേക്ഷകരാണ് അവരുടെ എന്താ പറയാ, ദേ ആർ ദ ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. മജോറിറ്റി ആൾക്കാരെ ഇഷ്ടപ്പെടുമ്പോൾ ആ സിനിമ ഹിറ്റാവുന്നു. ചിലപ്പോൾ അത്രയും ഒത്തിരി മജോറിറ്റി ആൾക്കാർ ഒരു മൈനോറിറ്റി ഇഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ പടം അതുപോലെ ബോക്സ് ഓഫീസ് പെർഫോം ചെയ്യില്ല. പക്ഷെ അപ്പോഴും അത് ഇഷ്ടമുള്ള ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ബേസിക്കലി എൻ്റെ ഒരു സിനിമകൾക്കൊരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തിയേറ്ററിലേക്ക് എവിടെയാണ് സിനിമ കാണാൻ പോകുന്നത്? ഞാൻ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കാണാൻ പോകാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്കാണ് ആദി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ മാത്രം ഒന്ന് ഫസ്റ്റ് ഡേ കാണാൻ പോയി. അല്ലാത്ത ഞാനങ്ങനെ അധികം കാണാൻ പോകാറില്ല. ഫസ്റ്റ് ഡേ ഞാൻ വീട്ടിലിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ കണ്ടിട്ട് വിളിക്കുന്ന അഭിപ്രായങ്ങളും അതുമൊക്കെ കേൾക്കും. അതാണ് എൻ്റെ ഒരു, ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സിനിമ കാണാൻ പോകുന്നത്. എനിക്കറിയാം, ലാലേട്ടൻ എറണാകുളത്തെ ഏതൊരു തിയേറ്ററിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രാവിലത്തെ ഏതൊരു ഷോയ്ക്ക് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡേ ഇത് പോകാറില്ല. പ്രത്യേകിച്ചും ഇപ്പം മിക്കവാറും ഒരു വലിയ ഒരു നടൻ്റെയൊക്കെ സിനിമകളാണെങ്കിൽ ആ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ മിക്കവാറും ഫാൻസും അവരുടെ ഒരു എന്താ പറയുക ആരവവും ഇതൊക്കെ ഉള്ളതാണ്. ചിലർക്ക് അത് പോയി കാണുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാനത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനിപ്പോഴും അങ്ങനെ അത് പോകാറില്ല. അത് പണ്ടുതൊട്ടേ അങ്ങനെയാണ്. ഞാൻ ലാലേട്ടനെ കുറിച്ച് എന്താ പറയാൻ, കാരണം അദ്ദേഹത്തിലെ നടനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട അവർക്കെല്ലാം അദ്ദേഹം ആരാണ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, എല്ലാവരെയും ഒരേപോലെ സമത്വത്തോടെ കാണുന്നു, എല്ലാവരോടും എങ്ങനെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു. പിന്നെ ഒത്തിരി അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അത് ഭയങ്കര രസമാണ്. ബേസിക്കലി ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു എന്താ പറയുക, സഹജീവികളോടും അതുപോലെ അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അഭിനയിക്കുമ്പോ എങ്ങനെയാണ് താങ്കൾ സിനിമയിൽ ഈസി മെത്തേഡ് വരുന്നത്? ആരുടെ? ലാലേട്ടന്റെ. അല്ല, ലാലേട്ടൻ എല്ലായിടത്തും ഒരേപോലെയുള്ള അഭിനയമാണല്ലോ. അപ്പൊ ലാലേട്ടനൊരു വളരെ ഇൻബോൺ ആക്ടറാണ്, നാച്ചുറൽ ആക്ടറാണ്. ആൻഡ് ഞാൻ പറയാൻ പുള്ളി അഭിനയിക്കുന്നില്ല, പുള്ളി ആ ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ്. നമ്മളൊരു സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ജോർജ് കുട്ടി ആവുകയാണ്. ആ കട്ടില്ല ജോർജ് കുട്ടി മാറി മോഹൻലാലായി മാറുകയാണ്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് അദ്ദേഹത്തിന്. എനിക്കാണ് ഹീസ് ആൻ ഇൻബോൺ ആക്ടർ. അത് തന്നെയാണ് മോഹൻലാലിന്റെ സ്പെഷ്യാലിറ്റി.
നാളെ മോഹൻലാലിന്റെ ബർത്ത്ഡേ കൂടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നാളെ തന്നെ സിനിമ ഇറങ്ങുന്നു. അപ്പോ എങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ബർത്ത്ഡേ ആഘോഷിക്കുമല്ലോ. അതിപ്പം നമ്മൾ ഏപ്രിൽ 2-ാം തീയതി റിലീസ് ചെയ്യാനിരുന്നത്. പക്ഷെ അന്നേരം ഈ ഗൾഫില് യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ടുള്ള സാഹചര്യത്തിൽ ഉള്ള പ്രശ്നം കൊണ്ട് നമ്മൾ മാറ്റിവെച്ചതാണ്. അങ്ങനെ വന്നപ്പോൾ കറക്റ്റ് മെയ് 21 ഒരു തേഴ്സ്ഡേ ആയി. സാധാരണ ഈ തേഴ്സ്ഡേ ഫ്രൈഡേകളിലാണ് പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ആന്റണി എന്നെ പറഞ്ഞിങ്ങനെ, അതുപോലെ സൺഡേയോ മൺഡേയോ ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു ഒത്തു വന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അന്ന് ഈ പിറവത്ത് ഞാൻ പഠിക്കുന്നത് നിർമ്മലയിൽ മോക്ഷയിലാണ്. അന്ന് ഈ പിറവത്ത് പവിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ലാൽ സാറിന്റെ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നു കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നിങ്ങനെ ഇവിടെ വന്ന് അന്ന് അവിടെ വെച്ച് അതാണ് ഞാൻ ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഡിറ്റക്റ്റീവ് ഒക്കെ പറഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി സിനിമയിലേക്കൊക്കെ വന്നപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തുമായിട്ടൊന്ന് ഒരു പടം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പലതവണ ഡിറ്റക്റ്റീവിന്റെ ഇതിൻ്റെയൊക്കെ കഥകൾ പറയാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അന്നതൊക്കെ പരാജയപ്പെട്ടു പോയായിരുന്നു. പിന്നെ ഒരു നിമിത്തം പോലെ ദൃശ്യത്തിന്റെ ഇത് വന്നു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയാ, ആന്റണിയോട് കഥ പറഞ്ഞു. ആന്റണി അവിടുന്ന് ലാൽ സാറിനെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മോഹൻലാൽ സിനിമയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, നമുക്കൊക്കെ ഫസ്റ്റ് ദൃശ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഷൂട്ടിങ് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞ് പോയി. അപ്പം ഞാൻ ഇച്ചിരി അപ്സെറ്റായി. ലാലേട്ടൻ്റെ ഒരു അഭിനയ രീതി കണ്ടപ്പോൾ ഞാൻ അടുത്ത് ലാലേട്ടൻ ഒരു താല്പര്യം ഇല്ലാതെ അഭിനയിക്കുന്ന പോലെ. അപ്പം ഞാൻ മിണ്ടിയില്ല. 2 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം എൻ്റെ വൈഫും എന്നോട് വന്നിട്ട് ചോദിച്ചു, ലാലേട്ടന് ഒരു താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വരാൻ വഴിയില്ല, ആന്റണി അല്ലേ പ്രൊഡ്യൂസർ, അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഫർദർ അങ്ങ് ഷൂട്ട് ചെയ്ത് പോയപ്പോൾ നമുക്ക് സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമുക്ക് എന്താണോ വേണ്ടത് അതിന് മുകളിൽ അദ്ദേഹം തരുന്നുണ്ട്. പക്ഷെ നമുക്കത് ഒരുപക്ഷെ അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം വന്നു. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആണ്. ഞാൻ പറഞ്ഞില്ല, ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല, ബിഹേവിയർ. ആ ക്യാരക്ടറായിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്ന പോലെ ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്തൊക്കെ പോയി വേറെ സിനിമകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴാണ് ലാലേട്ടന്റെ ഇതറിയുന്നത്. കാരണം ഓരോരുത്തർ അഭിനയിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കുന്നതാണ്. പുള്ളിയൊക്കെ ഒരു പ്രിപ്പറേഷനും ഇല്ല. പുള്ളി വന്നു, സീൻ നോക്കി, ഇത് ചെയ്തു, സ്റ്റാർട്ട്, അങ്ങ് അഭിനയിച്ചു. ഞാൻ പറഞ്ഞ അതൊരു ഗോഡ് ഗിഫ്റ്റ് ആണ്. അത് അതേ പറഞ്ഞൊരു ഇൻബോൺ ആക്ടറാണ്. നമ്മൾ ദൈവം നീ അതാക നീ ഇതാകെന്നൊക്കെ പറയണം. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം നീ നടനായാൽ മതി എന്ന് പറഞ്ഞു വിട്ട പോലെയുണ്ട്.